ഗൈസ് ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. ഉച്ചയ്ക്ക് എന്തെങ്കിലും ചേട്ടന് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചല്ലോ എന്നുള്ളത്. കേട്ട മതി കേൾക്കാത്ത മതി ഞാൻ മുളിക്കിച്ചൻ അങ്ങ് ക്ലോസ് ചെയ്തു. ഉച്ചയ്ക്ക് നമുക്ക് ഫ്രീ ആവുമല്ലോ. നമ്മളങ്ങനെ പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ആഘോഷിക്കത്തൊന്നുമില്ല. ഇന്നലെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ല, രണ്ടും കൂടി ഒരുമിച്ച് ഒരു ദിവസം ആഘോഷിക്കും. ഇന്നലെ അടിപൊളിയായിട്ട് ആഘോഷിച്ചല്ലോ. അപ്പോൾ ഇന്നലെ ഞാനൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനകത്തുനിന്ന് പൊളിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ പൊക്കിയോട് തന്നെ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെച്ചു. അപ്പോൾ കുറച്ച് നാൾ കൂടി കേടാവാതിരിക്കില്ല. നല്ല അടിപൊളി റോസായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ വട്ടം ചേട്ടൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കിയല്ലോ ചേച്ചി വെച്ച്. ഈ വട്ടം അല്ല കേട്ടോ, എല്ലാ വട്ടം ഞാൻ ഇതുപോലെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. അന്നോട്ട് ഇന്ന് വരെയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളും ചെറുതായിട്ടെങ്കിലും ഞാൻ ആഘോഷിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. നമ്മൾ ആ ലൈഫിൽ മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം സന്തോഷിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബെഹറിൽ നമ്മുടെ കലവറ റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ചേട്ടനൊരു ബിരിയാണി പറഞ്ഞു, ഞാനൊരു പൊതിച്ചോറും പറഞ്ഞു. അറിയാമല്ലോ, പൊതിച്ചോറ് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ പൊതിച്ചോറ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ട് ഞാൻ ബീഫ് ഫ്രൈയും കൂടി പറഞ്ഞിരുന്നു. അടിപൊളി പൊതിച്ചോറായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മീൻ കറിയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊതിച്ചോറ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് നേരെ ലുലുലോട്ടാണ് പോയത്. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ സിഞ്ച് ലുലുലോട്ട് തന്നെ. പുറത്ത് നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാനിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. പിള്ളേർക്കും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ കൂടുതലും മാക്സിമം പുറത്തൊന്നും പോകാതിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം ആണല്ലോ വരുന്നത്. പിന്നെ അത്യാവശ്യത്തിനുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പറഞ്ഞു. ഡിന്നറിന് സ്പെഷ്യലായിട്ടൊന്നും എടുത്തില്ല. ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിരുന്നില്ല, അപ്പോൾ കുറച്ച് പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഡിന്നർ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് പായസമൊക്കെ കുടിച്ചിട്ട് നേരെ മൂവിയാണ് കണ്ടത് കേട്ടോ. മാർക്കോ മൂവിയാണ് കണ്ടത്. മാർക്കോ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അയ്യോ ഒരു രക്ഷയില്ല, പക്ഷേ കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. അപ്പോൾ അത്രയുള്ള നടക്കണം കേട്ടോ.